ഇന്നലെ എത്ര പേര് ഈ ഒരു ന്യൂസ് ശ്രദ്ധിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. അച്ഛൻ സ്വാമിയെ മകൻ സ്വാമി കല്ലും സ്ലാബൊക്കെ വെച്ച് മൂടി. അച്ഛൻ സ്വാമി സമാധി ആയപ്പോൾ മകൻ സ്വാമിയോട് കല്ല് വെച്ച് മൂടിക്കോളാൻ പറഞ്ഞു. മകൻ സ്വാമി പോയി മൂടിക്കളഞ്ഞു. കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഈ വാർത്ത എത്ര പേര് ശ്രദ്ധിച്ചു എന്നുള്ളത് എനിക്ക് വലിയ ഐഡിയ ഇല്ല. മീഡിയാസും അത്ര അങ്ങോട്ട് ഇത് ടേക്കപ്പ് ചെയ്തിട്ടില്ല. എന്താണെങ്കിലും പോലീസ് അന്വേഷണവും പോസ്റ്റ്മോർട്ടമൊക്കെ ഇതിൽ കൃത്യമായി നടന്നാലേ ഇതിനി ഏത് നരബലി സെറ്റപ്പ് ചെയ്യുന്നത് കൂട്ടാൻ പറ്റില്ല. അന്ധമായ വിശ്വാസം എന്നുള്ള നിലയ്ക്ക് തന്നെ ഇത് മുന്നോട്ട് പോകണം. ഇന്ന് സ്വന്തം അച്ഛനെ സമാധി എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് കല്ലും സ്ലാബും ഇട്ട് മൂടി. നാളെ ഇനി വീട്ടിൽ ആരൊക്കെ ഇതേപോലെ സമാധിയാവും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഐഡിയ ഇല്ലല്ലോ. നെയ്യാറ്റിൻകരയിൽ വയോധികൻ മരിച്ചെന്ന് വരുത്തി സ്ലാബ് മൂടിയതായി പരാതി. നാട്ടുകാർ അറിഞ്ഞത് സമാധിയായി എന്ന പോസ്റ്റർ പതിച്ചതോടെ. ഓം കോവിവിളാക്കം ശ്രീ കൈലാസനാഥ മഹാദേവ ക്ഷേത്രം ആചാര്യ ഗുരു ബ്രഹ്മശ്രീ ഗോപൻ സ്വാമി. ഈ ഗോപൻ സ്വാമി എന്ന് പറയുന്ന അച്ഛൻ സ്വാമിയാണ്. ഈ അച്ഛൻ സ്വാമി സ്വമേധയാ സമാധിയാകുന്നു എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് പോയി ഇരുന്നപ്പോൾ മകൻ കൊണ്ടുപോയിട്ട് സ്ലാബും സാധനമൊക്കെ വെച്ചിട്ട് മൂടി. അച്ഛൻ്റെ ആഗ്രഹം അതായിരുന്നു, അങ്ങനെ സമാധിയാവാനായിരുന്നു എന്നൊക്കെ ഭയങ്കര കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അന്തം വിട്ടു പോകുന്ന രീതിയിലുള്ള എക്സ്പ്ലനേഷനൊക്കെയാണ് ഈ മകൻ സ്വാമി തന്നുകൊണ്ടിരിക്കുന്നത്. എന്നാണെങ്കിൽ നാട്ടുകാർ ഈ ഒരു പോസ്റ്റർ പതിച്ചോട് കൂടിയിട്ടാണ് കാര്യം അറിയുന്നതും ചോദിച്ചു ചെല്ലുന്നതും. അതിനുശേഷം മീഡിയ അവിടെ ചെല്ലുന്നു, പോലീസ് അവർ ചെല്ലുന്നു. ഞാൻ വളരെ മോശമാണ്, ബട്ട് സ്റ്റിൽ എനിക്ക് ചിരി അടക്കാൻ പറ്റിയില്ല. കാരണം ഇന്നലെ ഈ മകൻ ഇരുന്നിട്ട് ഈ അച്ഛൻ സ്വാമി സമാധിയായ കഥ പറയുന്നത് കേട്ടിട്ട് ലിറ്ററലി ഞാൻ ആദ്യമായിട്ടാണ് ഒരു മരണവാർത്ത കേട്ടിട്ട് ഇത്രയും ചിരിക്കുന്നത്. കാരണം ഇമാതിരി മണ്ടന്മാരാണോടെ ഈ നാട്ടിലുള്ളവരെന്നാണ് ഞാൻ ആലോചിക്കുക. ഇങ്ങനെയും മണ്ടന്മാരുണ്ടോ നമ്മളെ നാട്ടിൽ എന്നുള്ളത് നിങ്ങളതൊന്ന് കേട്ടു നോക്കി. ഈ മകൻ പറയുന്നത് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ ആചാര്യ ഗുരുവാണ് ബ്രഹ്മശ്രീ ഗോപൻ സ്വാമി. ഈ ക്ഷേത്രത്തിൻ്റെ പോറ്റിയും കൂടെയാണ്. ഞാനും ക്ഷേത്ര പൂജാരിയാണ്. അപ്പം അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം ഇവിടെ സമാധി ഇരിക്കണം. പക്ഷെ ആരും ഈ സമാധി ചടങ്ങ് കാണാൻ പാടില്ല എന്നുള്ള ഒരു ഇതായതുകൊണ്ട് നമ്മൾ ഈ ആരെയും അറിയിച്ചില്ല. അപ്പം പിന്നെ അറിയിക്കുക എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് നമ്മളവിടെ നോട്ടീസ് ഒഴിക്കുകയും ചെയ്തു. അച്ഛൻ സമാധിയായ വിവരം പിന്നീട് നാട്ടുകാരെ അറിയിക്കുകയും ചെയ്തു. സമാധി എങ്ങനെയായിരുന്നു അവിടെ തപസ്സിരിക്കുമായിരുന്നു? അവിടെ അത് ക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അച്ഛൻ വീട്ടിൽ വന്ന് അച്ഛന് ഈ BP ഷുഗറിൻ്റെയൊക്കെ പ്രശ്നമുണ്ട്. അപ്പോൾ അത് ഗുളികയും മരുന്നും കഴിച്ച് കഞ്ഞിയെല്ലാം കുടിച്ചതിന് ശേഷം അച്ഛൻ നേരത്തെ 3 ദിവസം മുമ്പ് എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആകുമെന്ന്. സമയമായപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു സമാധിയാവാൻ സമയമായി എന്ന് പറഞ്ഞു. എന്നിട്ട് അച്ഛൻ അവിടെ നിന്ന് നേരെ ഇത് സമാധിയാവാൻ പോണ അച്ഛൻ 3 ദിവസം മുമ്പ് സമാധിയാവുമെന്ന് അറിയുന്ന അച്ഛൻ BP ഷുഗറിൻ്റെയും മരുന്നും കഴിച്ച് കഞ്ഞിയും കുടിച്ച് ഡ്രസ്സും മാറ്റിയിട്ട് അവിടെ പോയിരുന്നു. പിന്നെ എന്തിനാ ഇയാൾ BP ഷുഗറിൻ്റെയും മരുന്ന് കഴിച്ച് സ്വയം സമാധിയാവാൻ പോവാണ്. ആ ജീവൻ ദേഹത്തിൽ നിന്ന് പരബ്രഹ്മത്തിലേക്ക് കൊടുക്കാൻ പോകുന്ന അപൂർവ നിമിഷത്തിലേക്ക് പോകുന്ന അഹം ബ്രഹ്മാസ്മിയായ ഒരു മനുഷ്യൻ. അയാൾ 4 ദിവസം മുമ്പ് ഇത് വീട്ടിൽ പറയും ചെയ്തു. ഇന്നാ മരിക്കുന്നതിന് മുമ്പേ പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയും ഗുളികയും കഴിച്ചു, കഞ്ഞിയും കുടിച്ചു, ഡ്രസ്സും മാറ്റി. ആകെ മൊത്തം ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് അടിക്കുന്നില്ലേ? എനിക്ക് നന്നായിട്ട് അടിക്കുന്നുണ്ട്. ഇപ്പം ആ സ്ലാബിട്ട് മൂടിയ സ്ഥലം അത് തുറന്ന് അതിനകത്ത് നിന്ന് ആ ബോഡി പുറത്തേക്ക് എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്താൽ അറിയാം എങ്ങനെയാണ് അയാൾ മരിച്ചതെന്നുള്ളത്. ഈ കുണ്ടലിനി ശക്തി ഉണർന്ന് തലയിലേക്ക് പോയിട്ട് വിസ്ഫോടനം സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാർക്ക് അത് വിശ്വസിക്കാൻ ശേഷം പാടുള്ള പരിപാടിയാണടേ. മനസ്സിലായ? എന്താണെങ്കിലും ആ ന്യൂസിൻ്റെ ഒരു ക്ലിപ്പ് കൂടി ഞാനിവിടെ വയ്ക്കാം. കാര്യം ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ടാണ് പറയാം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ആരും അറിയാതെ ഗൃഹനാഥനെ സ്ലാബിട്ട് മൂടി സമാധിയെന്ന് പോസ്റ്റർ പതിച്ച് മക്കൾ. സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തിയതോടെ പോലീസ് സ്ഥലത്തെത്തി. ആറാലമൂട് സ്വദേശി 78 വയസ്സുള്ള ഗോപൻ സ്വാമി സമാധിയായതാണെന്നും അത് പരസ്യമാക്കുവാൻ പാടില്ലെന്നും ഭാര്യയും മക്കളും ആരോപിക്കുന്നു. വ്യാഴാഴ്ച രാവിലെ 10-നാണ് ഗോപൻ സ്വാമി മരിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. 2 മക്കളും ചേർന്ന് ബന്ധുക്കളെയോ നാട്ടുകാരെയോ വാടകത്തെയോ ഒന്നും അറിയിക്കാതെ സമാധിയെന്ന് വരുത്തി തീർത്ത് മണ്ഡപം കെട്ടി പീഠത്തിലിരുത്തി സ്ലാബിട്ട് മൂടിയെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. മക്കൾ സനന്ദനും പൂജാരിയായ രാജസേനനും ചേർന്നാണ് സമാധി ഇരുത്തിയത്. തുടർന്ന് ഗോപൻ സ്വാമി സമാധിയായെന്ന് പോസ്റ്റർ പതിപ്പിക്കുകയും ചെയ്തു. പോസ്റ്റർ കണ്ടാണ് വിവരം പുറംലോകം അറിയുന്നത്. അച്ഛൻ താൻ സമാധിയാകുവാൻ പോകുന്നതായി പറഞ്ഞെന്നും പീഠത്തിനരികിൽ പത്മാസനത്തിലിരുന്നെന്നുമാണ് മക്കൾ പറയുന്നത്. വീടിന് മുന്നിലെ ക്ഷേത്രത്തിന് സമീപത്ത് സമാധി പീഠം ഒരുക്കിയിരുന്നതായും മക്കളും ഗോപൻ സ്വാമിയുടെ ഭാര്യയും പറഞ്ഞു. സമാധി പീഠത്തിലിരുത്തി മുമ്പേ കരുതി വെച്ചിരുന്ന സ്ലാബിട്ട് അടയ്ക്കുകയായിരുന്നു. സമാധിയാകുന്ന വ്യക്തി അടക്കം ചെയ്യുന്നത് ആരും അറിയാൻ പാടില്ലെന്നും മണിക്കൂറുകളോളം നീളുന്ന പൂജാകർമ്മങ്ങൾ നടത്താനുള്ളതുകൊണ്ടാണ് പുറത്തറിയിക്കാത്തതെന്നും മകൻ രാജസേനൻ പറഞ്ഞു. നെയ്യാറ്റിൻകര CAയുടെ നേതൃത്വത്തിൽ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. എങ്ങനെ ഇരിക്കുന്നു?
മക്കൾ അച്ഛനെ സമാധിയാക്കി. അച്ഛൻ സമാധിയായി, മക്കൾ അതിന് പോയി ഫിനിഷിങ് വർക്ക് ചെയ്തു. ഇത് ഞാൻ പറയട്ടെ, ഇവർ ഈ പോസ്റ്റർ അടിച്ചതൊക്കെ എനിക്ക് ഭയങ്കര സസ്പീഷ്യസ് ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം ഈ പോസ്റ്ററൊക്കെ ഒരു 11:30 രാവിലെയാണ് ഇയാൾ സമാധിയാകാൻ പോയതെന്നാണ് മകൻ ഇനിയുള്ള വീഡിയോയിൽ പറയുന്നത്. അങ്ങനെ പറയുമ്പോഴും സമാധിയായി പുലർച്ചെ 3 മണിയോട് കൂടിയിട്ടാണ് സമാധിയും പരിപാടികളൊക്കെ ഇവർ തീർത്തത്. എന്നിട്ടാണ് പോസ്റ്റർ ഒട്ടിച്ചത്. അതിനിടയിൽ വാർഡ് മെമ്പറെ വിളിച്ച് പറയാൻ മറന്നുപോയി, ഡോക്ടറെ വിളിച്ചിട്ട് ഡെത്ത് കൺഫേം ചെയ്യും. അപ്പം അങ്ങനെയാണല്ലോ ഒരാളുടെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നോർമലി വീട്ടിൽ മരിച്ചതാണെന്നുണ്ടെങ്കിലും അവിടുത്തെ മെമ്പറെയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ വിളിച്ചു കൊണ്ടുവന്ന് അവരുടെ ഡെത്ത് കൺഫേം ചെയ്തതിന് ശേഷമാണല്ലോ ബാക്കി പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നടത്താറ്. അതൊന്നുമില്ല. സ്വമേധയെ അങ്ങേര് പോയി ഇരുന്നു. പത്മാസന ദളത്തിലിരുന്നപ്പോൾ അങ്ങേർക്ക് വെളിപാട് വന്ന അങ്ങേര് ഞാൻ സമാധിയാവുകയാണെന്ന് പറഞ്ഞു. മകൻ കല്ലും കൊണ്ടുപോയി പൂട്ടി സിമെൻറ്റ് തേച്ച് തിരിച്ചു പോകും. ഏത് നാടടെ ഇത്? ഞാൻ അതാ ആലോചിക്കുന്നത്, ഇത് ഏത് നാട്? ഇത് കേരളം തന്നെ അല്ലേ ഇത്? ഇമാതിരി പരിപാടികളൊക്കെ ഇവിടെ നടക്കുമോ? ഈ പോസ്റ്റർ അടിച്ചത് ഇനി വീട്ടിൽ നിന്ന് തന്നെ അടിച്ചാണോ? ഇനി അടിക്കാൻ പോകുന്നവർക്ക് ഈ കടക്കാരനെ ശ്രദ്ധിച്ചില്ല ഈ സമാധിയായി എന്നുള്ളതും. നമ്മളെ വീടിൻ്റെയൊക്കെ ചുറ്റുവട്ടത്താവുമല്ലോ നമ്മൾ പോസ്റ്റർ അടിക്കാൻ പോവുക. നമുക്ക് സ്ഥിരമായിട്ട് അറിയുന്നൊരു വ്യക്തി മരിച്ചു, നമ്മൾ അവിടെയെങ്കിലും അത് ചോദിക്കില്ലേ മരിച്ചോന്ന്? മരിച്ചു സമാധിയായി എന്നാണല്ലോ. ചിലപ്പോൾ പോസ്റ്റർ അടിക്കാൻ പോയിരുന്ന ആൾക്ക് ചിലപ്പോൾ തെറ്റിപ്പോയതായിരിക്കും. ഇനി ഇങ്ങേര് സമാധിയായി എന്ന് പറഞ്ഞ ഈ മകൻ്റെ എക്സ്പ്ലനേഷൻ കേട്ടോട്ടാ നിങ്ങൾ. അയ്യോ, അതാണ് അടാറ് സാധനം. എൻ്റെ അച്ഛനെ എനിക്ക് കൊന്നിട്ട് എന്താ നേടാൻ? എൻ്റെ അച്ഛൻ സമാധിയാവാൻ സമയമായപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞ് അതായത് ഒരാൾ മരിച്ചു കിടക്കുന്ന സമയത്ത് നമ്മൾ കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ ആർക്ക് വേണോ തൊടാൻ കാണാൻ എല്ലാം ചെയ്യാം. പക്ഷേ ജീവൽ സമാധി ചെയ്യുന്ന സമയത്ത് അങ്ങനെ ആ സമാധി ചടങ്ങ് കാണാൻ പാടില്ല. മക്കളെ, നീ എൻ്റെ സമാധി ചടങ്ങുകളെല്ലാം എനിക്ക് പറഞ്ഞു തന്നെ, ഇങ്ങനെ എല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ സമാധിയാവാൻ പോവുകയാണ്, ഇത്ര മണിക്ക് ഞാൻ സമാധിയാവും എന്ന് പറഞ്ഞ് എൻ്റെ അച്ഛൻ അവിടെ നിന്ന് ഈ സമാധി ആകുന്ന സമയം ആരും കാണാൻ പാടില്ല. വിശുദ്ധി എന്ന 6 ആധാര ചക്രങ്ങൾ ഉണർത്തി കുണ്ടലിനി ശക്തികൾ ഉണർത്തി ആ ചെയ്യുന്ന സമയമാണ്, ചൈതന്യമേറുന്ന സമയമാണ്. ആ സമയം മക്കളെ ആരും കാണാൻ പാടില്ല. നീ തന്നെ എൻ്റെ ഈ കാര്യങ്ങളെല്ലാം കർമ്മങ്ങളെല്ലാം ചെയ്യണമെന്ന് അച്ഛൻ്റെ ആജ്ഞയാണത്. ആ സമയം പാടില്ല. ആ ബ്രാഹ്മ മുഹൂർത്തം തെറ്റിക്കാൻ പാടില്ല. ആ സമയം മുഹൂർത്തം തെറ്റിക്കാൻ പാടില്ല. അതെല്ലാം ഞാൻ ചെയ്തു. അതായത് 5 വർഷത്തിന് മുമ്പേ അച്ഛൻ മൈലാടിയിൽ നിന്ന് ഈ പത്മപീഠക്കല്ല്, അച്ഛൻ ഇരിക്കാനുള്ള പത്മപീഠക്കല്ലും വൈരിടാനുള്ള ദളക്കല്ലെല്ലാം അച്ഛൻ ഓർഡർ ചെയ്ത് 5 കൊല്ലത്തിന് മുമ്പേ വരുത്തിയതാണ്. പക്ഷെ വരുത്തിയിട്ട് ഇപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് ഞാൻ സമാധിയാവാൻ എനിക്ക് സമയമായി എന്ന് പറഞ്ഞ് എൻ്റെ അച്ഛൻ സമാധി ആവാൻ വേണ്ടി അവിടെ ചെന്ന് അച്ഛൻ പത്മാസനത്തിൽ ഇരിക്കുകയാണ്. ആ പീഠത്തിൽ പത്മാസനത്തിൽ ഇരുന്നിട്ട് എന്നെ അനുഗ്രഹിച്ചിട്ട് അച്ഛൻ്റെ ആ യോഗ കലകളെല്ലാം ആ പ്രാണശക്തിയെല്ലാം ഉണർത്തി ഓരോ അനാഗത ചക്രത്തിൽ ഓരോരോ കലകളെ ഉണർത്തി കുംഭകം ചെയ്യും. അതായത് പ്രാണായാമം ചെയ്ത് കുംഭകം ചെയ്ത് ആ ബ്രഹ്മത്തിലേക്ക് ലയിക്കുന്ന സമയമാണ്. ആ സമയം അങ്ങനെ ആരും കാണാൻ പാടില്ല. ഞാൻ ചെയ്തത് തെറ്റല്ല, എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. പക്ഷെ ആ സമാധിയിൽ അച്ഛൻ ലയിച്ചിരിക്കുന്ന സമയത്ത് അച്ഛൻ ഈ ക്ഷേത്രത്തിന്റെ യോഗീശ്വരനാണ്, മന്ത്രമൂർത്തിയാണ്. ഈ ക്ഷേത്രത്തിന്റെ ഉയർച്ച ഇനി അങ്ങോട്ടാണ്. ഇനി അത് മനസ്സിലാക്കി ഇനി ക്ഷേത്രത്തിന്റെ വളർച്ച ഇനി അങ്ങാണ്. അപ്പൊ അച്ഛൻ സമാധിയായാൽ ഇനി അങ്ങോട്ട് ഈ ഉയർച്ചലുണ്ടാകും. അച്ഛന്റെ ആ സമയം തന്റെ ഈശ്വരനിൽ ലയിക്കുന്ന ബ്രഹ്മത്തിൽ ലയിക്കുന്ന സമയമാണ്. ആ സമയത്ത് അച്ഛൻ അപ്പൊ അതിനായി ഇതെല്ലാം പൊളിച്ചെടുക്കണം, നാട്ടുകാർക്ക് പൊളിച്ചെടുക്കണം. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ഈ ട്രസ്റ്റിലുള്ള ഭാരവാഹികൾ കാലത്തെ വന്നിട്ട് ഇവിടെ വന്ന് അപ്പൊ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് 3:30 ആയപ്പോൾ പോസ്റ്റർ കൊണ്ടുവിട്ടിച്ച് വെളുപ്പാങ്കാലം ഇതെല്ലാം ചടങ്ങെല്ലാം കഴിഞ്ഞ് നമ്മൾ കൊണ്ടുവന്ന് പോസ്റ്റർ ഒട്ടിച്ച് അച്ഛൻ സമാധിയായി എന്ന് പറഞ്ഞ് പോസ്റ്റർ ഒട്ടിച്ച്. അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ യോഗീശ്വരനാണ്. അപ്പൊ ഇതെല്ലാം ഇവിടെ അമ്പലം വളരുമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ കുടുംബമായിട്ട് ഇത് വച്ചിരിക്കാൻ പാടില്ല, അവർക്ക് വേണം. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ ക്ഷേത്രത്തിൽ അവിടെ കൊണ്ടുവന്ന് 3 പോസ്റ്റർ ഒട്ടിച്ചിട്ട് 3:30 നമുക്ക് വാർഡ് കൗൺസിലറെ വിളിച്ചറിയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ നേരം വെളുത്തിട്ടാണ് വാർഡ് കൗൺസിലറെ വിളിച്ചറിയിച്ചു. അപ്പോൾ ഇതിൽ കുറച്ച് ആൾക്കാരെല്ലാവരും കൂടെ നേരെ എൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ ഒരു കാര്യം പറയണം, നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നിങ്ങൾ ആരെയും അറിയിക്കാതെ നിങ്ങൾ ചെയ്തു കളഞ്ഞ് നിന്റെ അച്ഛനെ വലിച്ചു കീറി നിന്നെയൊക്കെ അകത്താക്കി കാണിച്ചു തരാന്ന്. അവിടുത്തെ നാട്ടുകാർ അത്രയല്ലേ പറഞ്ഞു. വേറെ വല്ല സ്ഥലമായി നോക്കണം, ഒന്നിച്ചടിച്ച് ഓടിച്ചിട്ടുണ്ടാവും. അച്ഛൻ സമാധിയായത് വളരെ സമാധാനത്തോടു കൂടി നിന്ന് കണ്ട് ആസ്വദിച്ച ഒരു മനുഷ്യനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതെന്താ പറയുക, ഇതൊക്കെ ഇയാൾ പറഞ്ഞതിൽ തന്നെ വെരി ക്ലിയർ ആണ്. അവിടെ ഒരു അമ്പലം ഉണ്ടാക്കിയിട്ടുണ്ട് ഇയാളുടെ അച്ഛൻ എന്ന് പറയുന്നു. ആ ഉണ്ടാക്കിയ അമ്പലത്തിൽ എന്തൊക്കെയോ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യം നാട്ടുകാരെ വിളിച്ചു, പിന്നെ നാട്ടുകാരായിട്ട് ഇവർ തെറ്റി. അമ്പലം വളരാൻ വേണ്ടി അച്ഛൻ സമാധിയാവുന്നു. അച്ഛൻ സമാധി ആയതിനു ശേഷം അമ്പലം വളരുന്നു. എന്ത് വളർച്ച? ഏത് ദൈവത്തിന് വളർച്ചേൻ്റെ ആവശ്യമുള്ളത്? ഈ വളരുക എന്ന് പറഞ്ഞാൽ എന്താ? സാമ്പത്തികം, പൈസ, പണം, പൈസ, ഈ വളർച്ച അതല്ലേ മെയിനായിട്ട്. അതല്ലേ പരിപാടി.
അച്ഛനെ ഇങ്ങോട്ട് സൈഡാക്കി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലേ അറിയൂ തല്ലിക്കൊന്ന് കൊണ്ടുപോയി ഇട്ടതാണോ അതോ അച്ഛൻ സ്വമേധയാ പോയിരുന്നതാണോ. പോസ്റ്റ്മോർട്ടം ചെയ്താൽ തന്നെ മനസ്സിലാവും. എന്താണെങ്കിലും പത്മതളത്തിൽ നിന്ന് കവലതളത്തിലേക്ക് കുണ്ടലിനി ഉണർന്ന് ബ്രഹ്മാസ്മിയായി പോയ അച്ഛൻ പുകയായി പോകുന്നതും കണ്ട് അതിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് കല്ലും വെച്ച് എന്നിട്ട് നിന്ന് ഒരു കാര്യമില്ല മൂപ്പരെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് വളരെ കൂളായിട്ട് എന്നിട്ട് അച്ഛൻ മരിച്ചത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പൊന്തി അവിടെ നിന്ന് വന്നു അച്ഛൻ പോയി, ഞാൻ പോയി, അവസാനം ലാസ്റ്റ് സിമെൻറ്റും കല്ലും വെച്ചിട്ട് പോകുന്നത്. അല്ലെങ്കിൽ നാട്ടുകാർ കൈവയ്ക്കാതെ വിട്ടത് ഭാഗ്യം, അതാണ് സത്യം. എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ അങ്ങേര് പറയുകയാണ് അമ്പലം ഇനി അങ്ങോട്ട് വളരും. അമ്പലം വളർന്നിട്ട് ആർക്കാണ് അമ്പലം വളർന്നുള്ള പ്രയോജനം? ഇവിടുത്തെ അമ്പലങ്ങളും പള്ളികളും വളർന്നാൽ ആർക്കാണ് പ്രയോജനം? നിങ്ങളെപ്പോലെയുള്ള അമ്പലവും പള്ളിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത ആളുകൾ എന്ന് പറയുന്ന ഗോഡ്സ് പേഴ്സൺസ് അല്ലേ, നിങ്ങൾക്കല്ലേ ഏറ്റവും കൂടുതൽ മുതലാവുന്നത് നിങ്ങൾക്കാണ്, അല്ലാതെ സാധാരണക്കാരായ നാട്ടുകാർക്കല്ല. സാധാരണക്കാരായ നാട്ടുകാർ അമ്പലം പള്ളിയും വളരുന്തോറും അവിടുത്തെ വിശ്വാസം മൂത്തിട്ട് അവിടെ കൊണ്ടിട്ട് പൈസ തരുമ്പോൾ നിങ്ങളാണ് രക്ഷപ്പെട്ടു പോകുന്നത്. ആണോ അല്ലേ? മതപണ്ഡിതന്മാരും മത നേതാക്കന്മാർക്കുമാണ് ഇവിടെ രക്ഷപ്പെടുന്നത്, അവരാണ് രക്ഷപ്പെട്ടു പോകുന്നത്. അച്ഛനെയും തട്ടി ലാസ്റ്റ് ഈ നിന്ന് പറയുന്ന വർത്താനം കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നത് നമ്മൾ മണ്ടന്മാരാ. കൊള്ളാം. ഇത് മാത്രമല്ല കേട്ടോ, ഇനി വേറൊരു സാധനം ഉണ്ടേ, അതും കൂടി ഒന്ന് കേൾക്കണം. അച്ഛൻ ഇവിടെ നിന്നു, അച്ഛൻ ക്ഷേത്രത്തിൽ പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അച്ഛൻ വന്ന് സമാധിയായത്. എന്നിട്ട് അച്ഛൻ അപ്പം പറഞ്ഞോ നിങ്ങളോട്? പറഞ്ഞു എന്താ പറഞ്ഞു? പോവുകയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ വീട്ടിൽ വന്ന് മരുന്ന് ഗുളിക അച്ഛന് BP ഷുഗറും ഉണ്ട്. BPക്കുള്ള ഗുളികയും കഴിച്ചു. ഇതിനെല്ലാം കഴിച്ച് പിന്നെ ഇൻസുലിനൊക്കെ വെച്ചതിന് ശേഷമാണ് അച്ഛൻ കഞ്ഞിയൊക്കെ കുടിച്ചു സമാധിയാവാൻ പോകുന്നതെന്ന് വന്നതിന് ശേഷമാണ് അവിടെ നിന്ന് വന്ന് അച്ഛൻ സമാധി ഇരുന്നത്. എല്ലാം ശിവമയം ഇത്ര തന്നെ. എല്ലാം പുതിയ അച്ഛൻ തന്നെ കൊടുത്ത് പത്മാസനത്തിലാണ് ഇരുന്നത്. കിഴക്കോട്ട് ദർശനമാണ് അച്ഛൻ കിഴക്കോട്ടാണ് ഇരിക്കുന്നത്. ഇത് മയിലാടി നിന്നൊക്കെ അതിൻ്റെ കല്ലൊക്കെ അച്ഛൻ ഓർഡർ ചെയ്ത് നേരത്തെ വരുത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പീഠമൊക്കെ നേരത്തെ അച്ഛൻ കെട്ടിയിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അച്ഛന് ഈ ഷുഗറിൻ്റെ BP പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് ഈ പഞ്ചാമൃതം കഴിച്ച് ഷുഗർ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വരുമല്ലോ. അച്ഛൻ കേരള ചുമട്ട് തൊഴിലാളിയായിരുന്നു. അച്ഛൻ കഷ്ടപ്പെട്ട് പിന്നെ ചുമട്ട് തൊഴിൽ അച്ഛൻ ഒരുപാട് ജോലികളെല്ലാം ചെയ്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഈ അമ്പലം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ നാട്ടുകാർക്ക് വിട്ടുകൊടുക്കാത്തതിൻ്റെ ഒരു ദേഷ്യം അവർക്കുണ്ട്. അച്ഛൻ അത്രയ്ക്ക് യാതനകൾ സഹിച്ച് ഈ അമ്പലം വയ്ക്കാൻ. അപ്പം തിരിച്ചു എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മക്കളെന്ത് ചെയ്യുക? ഞാൻ ഇപ്പം ഭഗവാന്റെ പൂജ ചെയ്തിട്ട് നമ്മുടെ ഉപജീവനം എന്ന് പറഞ്ഞാൽ പശു വളർത്തലാണ്. പശു വളർത്തി മിച്ചം കിട്ടുന്ന പൈസ കുറച്ച് പാല് പാവാൻ അഭിഷേകത്തിന് എടുത്തിട്ട് മിച്ചം കിട്ടുന്ന പൈസ എടുത്താണ് നമ്മുടെ ഉപജീവനം. എപ്പോഴും ഇരിക്കുന്നത് അതായത് സ്വയം സമാധിയാവും ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് എന്ന് അറിഞ്ഞുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സമാധി പീഠവും കല്ലും മേടിച്ച മനുഷ്യന് സ്വന്തം ജീവിതത്തിൽ പഞ്ചാമൃതം കഴിച്ചിട്ട് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും കൂടിയത് കൺട്രോൾ ചെയ്യാനോ അത് ഇതാക്കാനോ പറ്റുന്നില്ല. സ്വയം സമാധിയാവാൻ പറ്റുന്ന അത്രയും കഴിവുള്ളൊരു സിദ്ധനായിട്ടുള്ളൊരു വ്യക്തിക്ക് ഷുഗറിന് ഇൻസുലിനും മറ്റേ പ്രഷറും ഗുളികയും നോ മാൻ, ദിസ് ഈസ് സംതിങ് എൽസ്. എനിക്കിത് കേൾക്കുമ്പോൾ ഒരു വഴിക്ക് ചിരി വരുന്നുണ്ട്, ഒരു വഴിക്ക് ഭയങ്കര സഹതാപം തോന്നുന്നുണ്ട്. നമ്മളെ നാട്ടിൽ ഇപ്പോഴും ഇതേപോലെ എക്സ്ട്രീമായിട്ട് വിചാരിച്ച് ദൈവത്തിൽ എല്ലാം അർപ്പിച്ച് അല്ലെങ്കിൽ ഇതേപോലെ ഒരു ജീവൻ കൊടുത്താലേ ഇനി എന്താ പറയുക ആർഭാട സൗകര്യ സുഖം സമ്പത്ത് ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച് നരബലി പോലത്തെ സാധനങ്ങളിലേക്ക് പോകുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. എന്നൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും അങ്ങനെ പേടി തോന്നുകയാണ് സീരിയസ്ലി. ഇന്ന് അച്ഛനാണ്, നാളെ അമ്പലം ഇയാളെ കണ്ണടച്ച് നാട്ടുകാർ വിട്ട് കഴിഞ്ഞാൽ നാളെ അമ്പലം വളരുമ്പോൾ ഓരോ വീട്ടിലെ അച്ഛന്മാരും മക്കളും ഭാര്യമാരൊക്കെ ആയിട്ട് ഇതേപോലെ ഓരോരുത്തർ കൊണ്ടുപോയിട്ട് അവർ മരിച്ചതല്ല, അവരെല്ലാവരും മറ്റേ ഇയാൾ പോയി ഇരുന്ന മാതിരി സ്വയം മരിക്കാൻ വേണ്ടിയിട്ട് അയാൾ പോയി ഇരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത് കോമൺ സെൻസിൻ്റെയും മുകളിലാണ്. സമാധിയായി എന്നൊക്കെ പറയുമ്പോൾ ഇയാൾ ആരാ ഇങ്ങേരി, ഇയാളുടെ അച്ഛനപ്പം ആരായിരുന്നു ചുമട്ട് തൊഴിലാളി എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ഈ കുറച്ചൊരു വീഡിയോയിൽ പറയുന്നുണ്ട് ഇയാൾ വേറെ ഏതോ നാട്ടിൽ ഇയാൾക്ക് ആശ്രമം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്, അമ്പലം ആ നാട്ടിലുണ്ടെന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിലും ഇത് പോലീസ് കൃത്യമായി അന്വേഷിച്ച് ഇയാളെ സമാധിയാക്കിയ സ്ഥലത്ത് ഇയാളെ പുറത്തെടുത്ത് ഇയാളെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നോക്കിയാൽ അറിയാം ഇയാളെ സമാധി ആയതാണോ സമാധി ആക്കിയതാണോ എന്നുള്ളത്. കൊള്ളാൻ ഈ നാടിൻ്റെ പോക്ക് നൈസാണ്.